നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു പോലീസുകാരിയാ നീ അപായപ്പെടുത്താൻ ശ്രമിച്ചത്. ഇത് ചെയ്തത് നീയാണെന്ന് അറിഞ്ഞ മൊത്തം പോലീസുകാരും ഇളകി പുറകെ കൂടും. അവരെ എല്ലാം വിലക്ക് വാങ്ങാനുള്ള കാശൊന്നും നിന്റെ അച്ഛന്റെ കയ്യിലില്ല. ഞാൻ ചെയ്തത് മണ്ടത്തരായി പോയിന്ന് എനിക്കറിയാം. പക്ഷെ ആ ഒരു അവസ്ഥയില് മഞ്ജുവിന്റെ സന്തോഷം കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്റെ ഗിരി അവൾ ഉമ്മ വെച്ചെന്ന് പറഞ്ഞ് ചിരിച്ചപ്പോ എനിക്ക് അവളെ കൊല്ലാനാ തോന്നിയത്. ഞാൻ നിന്നെ തടഞ്ഞില്ലായിരുന്നെങ്കിലേ നീ അതും ചെയ്തേനെ. നിന്റെ ദേഷ്യം നിയന്ത്രിച്ചില്ലെങ്കിൽ നിനക്ക് കുറെ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടേണ്ടി വരും. ഇനി ആ പ്രശ്നങ്ങളൊക്കെ കാര്യാക്കാതെ നീ മഞ്ജുവിനെ അപായപ്പെടുത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ. അതുകൊണ്ട് നീ എന്താ നേടാൻ ഉദ്ദേശിക്കുന്നത്? ഗിരിയെ നീ എന്തൊക്കെ പറഞ്ഞാലും മഞ്ജു ഗിരിയുടെ ഭാര്യയാണ്. അവര് തമ്മിൽ അടുപ്പമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാ, അവൾക്കൊരു പ്രശ്നം ഉണ്ടായ അവൻ ഓടിയെത്തും. അതവന് കുടുംബത്തോടുള്ള ആത്മാർത്ഥത കാരണമാണ്. എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാരുടെ മുന്നിൽ മഞ്ജു അവന്റെ ഭാര്യയാണ്. നീയാണ് മഞ്ജുവിനെ ഉപദ്രവിച്ചതെന്നറിഞ്ഞ ഗിരിക്ക് നിന്നോട് ദേഷ്യം കൂടുകയുള്ളൂ. പിന്നെ നീ അവന്റെ മനസ്സിൽ എങ്ങനെ സ്ഥാനം പിടിക്കുക? എനിക്കറിയില്ല ചാച്ചു. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിലും ഞാൻ എന്ത് ചെയ്താലും തെറ്റായി പോവുക. ഞാൻ എന്താ ചെയ്യേണ്ടത് ചാച്ചു പറ. തോൽവി സമ്മതിച്ച് പിന്മാറണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് കളിച്ചാൽ ഒരു കുഴപ്പമില്ലാതെ മഞ്ജുവിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റും. നീ നേരിട്ട് മഞ്ജുവിനെതിരെ ഒരു കളിക്ക് നിൽക്കരുത്. നീ ആഗ്രഹിക്കുന്ന എന്തും ആ വീട്ടിൽ നടക്കാൻ നിന്നെ സഹായിക്കാൻ നിനക്ക് 2 പേരുണ്ട്. ഭാനുമതി ആന്റിയും സ്വപ്നയും. അതെ, അവര് വഴി നമുക്ക് മഞ്ജുവിനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവരെന്ത് ചെയ്താലും ഗിരി ക്ഷമിക്കും. കാരണം അവരവന്റെ കുടുംബമാണ്. അവരതെല്ലാം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടാണെന്ന് ഗിരിക്ക് ഒരു സംശയവും തോന്നില്ല. നമ്മൾ അവരെ വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ മാത്രം മതി. കുടുംബത്തിനുള്ളിൽ നിന്നും ഒരു പിന്തുണയും ലഭിക്കാതെ വരുമ്പോ മഞ്ജു ആ വീട് വിട്ടിറങ്ങും. അങ്ങനെ ആകെ തകർന്നിരിക്കുന്ന ഗിരിയുടെ ജീവിതത്തിലേക്ക് ഒരു താങ്ങായി നീ എത്തണം. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും കൂടെ നിന്ന് നിന്റെ സ്നേഹം ഗിരി തിരിച്ചറിയും. അവൻ നിന്നെ സ്വീകരിക്കും. ഇത് മതി. ചാച്ചു പറഞ്ഞതുപോലെ ഭാനുമതി ആന്റിയും സ്വപ്നയും എന്റെ കളിപ്പാവുകളാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നിന്റെ കൂടെ ഈ ചാച്ചു എപ്പോഴും ഉണ്ടാവും. നീ ഞാൻ പറയുന്നൊന്ന് കേട്ടാ മതി. ഗിരിയെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാം. ഇത് ചാച്ചുവിന്റെ വാക്കാണ്. താങ്ക്സ് ചാച്ചു. വാ. അമ്മേ, എന്താടി? ഒന്നിങ്ങോട്ട് വന്നേ. ആ എന്താ അമ്മേ, നീ നോക്കി. പുലിക്കുട്ടിയായ പോലീസുകാരി ഞുണ്ടിയാണല്ലോ വരവ്. ഏതെങ്കിലും പ്രതികളെ ചേസ് ചെയ്ത് പിടിക്കാൻ പോയപ്പോ വീണതായിരിക്കും. ഇത് എന്ത് പറ്റി? അത് സ്റ്റെയർ കേസിൽ നിന്ന് വീണതാ. കാലുളുക്കി. സ്റ്റെയർ കേസിൽ നിന്നൊക്കെ വീണിട്ട് ഇത്ര പറ്റിയുള്ളോ? ഒന്നും ഒടിഞ്ഞിട്ട് ഓടിയില്ല. ഇതിനെ ഭാഗ്യം എന്നൊക്കെ പറയുന്നു. എന്തിനാ നീ പറ്റാത്ത പണിക്ക് പോകുന്നേ? ജോലി രാജിവെച്ചിട്ട് മര്യാദയ്ക്ക് വീട്ടിലിരുന്നിട്ട് എന്നെ സഹായിച്ച പോരെ? ഇങ്ങനെ ആരോഗ്യം പോകുന്ന പണിയൊന്നും ചെയ്യേം വേണ്ട. കുടുംബത്തിന്റെ കൂടെ സമാധാനമായി ജീവിക്കുകയും ചെയ്യാം. ഈ ജോലി ഏറ്റെടുക്കുമ്പോ ഇതിൽ കുറെ അധികം അപകടം ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. അന്നും ഇന്നും എനിക്ക് അതിനെക്കുറിച്ച് പേടിയുണ്ട്. പക്ഷെ അതിനെ പേടിച്ച് ജോലി ചെയ്യാതിരുന്നാ ഞാൻ തോൽവി സമ്മതിച്ചതുപോലെയാവും. ഞാനിപ്പോ മാധവന്റെ മകള് മാത്രമല്ല,
ഗിരിയേട്ടന്റെ ഭാര്യയും കൂടിയാ. ഞാൻ അങ്ങനെ തോൽവി സമ്മതിക്കാൻ പാടുണ്ടോ അമ്മേ? എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും ഞാൻ ഈ ജോലി രാജിവെക്കില്ല. അതെന്റെ ധിക്കാരമായിട്ട് അമ്മ കരുതരുത്. ഇത് അച്ഛൻ എനിക്ക് ബാക്കി വെച്ച ഈ യൂണിഫോമിനോടുള്ള സ്നേഹം. വേദനയാണെങ്കിലും അവളുടെ ഷോയ്ക്കൊരു കുറവുമില്ല. അവളുടെ കാലിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. വീട്ടുജോലി ചെയ്യാതിരിക്കാനുള്ള അവളുടെ അടവാ. ഞാനിതൊക്കെ എത്ര കണ്ടു. എന്റെ ഈശ്വര, അവളുടെ കാലിന്റെ വേദന ഒരിക്കലും മാറരുതേ. എന്തായാലും സഞ്ജയ്ക്ക് വീട്ടിൽ വന്ന് എല്ലാവരോടും മാപ്പി വയ്ക്കാൻ തോന്നിയല്ലോ. അത് തന്നെ വലിയ കാര്യം. എന്ത് വലിയ കാര്യം? അവനൊന്നും നീ ആ വീടിന്റെ പടി ചവിട്ടാൻ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. അവനെ കൊണ്ടേ ആകെ നിനക്കുണ്ടായ ഉപകാരം മഞ്ജുവിനെ പോലെ നല്ലൊരു കുട്ടിയെ ഭാര്യയായി കിട്ടി എന്നുള്ളത് മാത്രമാണ്. എത്ര കാലം നീ നമ്മുടെ മുന്നിൽ വരാതെ രക്ഷപ്പെടും വത്സ? നാം സർവവ്യാപിയാണ്, എപ്പോ വേണേലും പ്രത്യക്ഷപ്പെടും. ആരേത്? ഗൗരി ദേവി, പുതിയ സീരിയലിന്റെ ക്യാരക്ടറാ. അമ്മയായിരുന്നോ? ഒരു നിമിഷത്തേക്ക് ഞാൻ ശരിക്കും ദേവി പ്രത്യക്ഷപ്പെട്ടാണെന്ന് വിചാരിച്ചു. ശരിക്കും? ശരിക്കും. എന്താ ഐശ്വര്യം! അല്ല, അമ്മയല്ലേ ഈ സീരിയലിലെ നായിക? ഏയ്, അതേതോ ഒരു ചെറുപ്പക്കാരി കൊച്ചാ. ഞാൻ ദേവിയുടെ ഒരു അവതാരം മാത്രം. ഒറ്റ എപ്പിസോഡേ ഉള്ളൂ. ആ എപ്പിസോഡിന് റെക്കോർഡ് റേറ്റിംഗ്. ഗിരിമോനെ, എന്താ അമ്മേ? ഗിരിമോനെ, ഓ, നിന്റെ കളി എന്റെ അടുത്ത് വേണ്ട. സോപ്പ് പതപ്പിച്ച എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോടാ. അതെ, ഇവൻ അവനെ പറ്റിക്കാൻ നോക്കിയതാ. എന്നെ പറ്റിക്കാമെന്ന് ആരും കരുതണ്ട. ഭാനുമതി നിന്നെ പ്രസവിച്ചെന്നേ ഉള്ളൂ. അവള് നോക്കിയതിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ നോക്കിയിട്ടുണ്ട്. ആ എന്നെ വിളിക്കാതെ നീ കല്യാണം നടത്തിയല്ലേ? ഇവനെ സ്വന്തം അമ്മനെ പോലും വിളിച്ചില്ല, പിന്നെയാ കൂട്ടുകാരന്റെ അമ്മയെ. ശരി, അന്നത്തെ അവസ്ഥ കാരണം വിളിക്കാൻ പറ്റിയില്ല. സാരയില്ല, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി. ഇതുവരെ മഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വിരുന്നിന് വരാൻ നിനക്ക് തോന്നിയോ? അത് പിന്നെ എനിക്ക് വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഞ്ജു വരാത്തത് അവൾക്ക് എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല. ആ കള്ളം, പച്ചക്കള്ളമ്മ അവൻ പറയുന്നേ. കല്യാണം കഴിഞ്ഞാലേ ഏതൊരു പെണ്ണിനും ഭർത്താവിനോട് പുറത്തു പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? ദേവിയോട് കള്ളം പറഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാലോ? ഒരു കാര്യം ചെയ്, ഫോൺ എടുത്ത് അവളെ വിളിക്കേ. ഞാൻ അവളെ ഇങ്ങോട്ട് ക്ഷണിച്ചോളാം. വിളിക്കേ. എന്തേ? അമ്മേ, അവളുടെ നമ്പറേ ഇവന്റെ ഉണ്ടാവില്ല. സ്വന്തം ഭാര്യയുടെ നമ്പർ പോലും കയ്യിലില്ലാത്ത നീയൊക്കെ ഒരു ഭർത്താവാണോടാ? അമ്മേ, എനിക്ക് അവൾ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നും വരാറില്ലല്ലോ. ഭാര്യയെ ആവശ്യമുള്ളപ്പോ മാത്രമേ വിളിക്കാവൂന്ന് നിയമമൊന്നുമില്ലല്ലോ. ഭക്ഷണം കഴിച്ചോന്നോ, സുഖമാണെന്നോ, ഉറങ്ങിയോ എന്നൊക്കെ അന്വേഷിക്കാനും വിളിക്കാം. അല്ല, ഇതൊക്കെ ഞാൻ ആരോടാ പറയുന്നേ? വെറുതെ മസിലും പെരുപ്പിച്ച് നടക്കുക. 10 പൈസയുടെ ബോധമില്ല.